ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ എസ് ഐനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനെയാണ് ഇയാൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇയാൾക്ക് അതിലൊരു കൂടെ ഉദ്ദേശം ഉണ്ടായിരിക്കും. അത് ഒന്നാമത്തെ കാര്യം, ഇയാൾക്ക് വിക്രമിനോടുള്ള പൂർവ്വ വൈരാഗ്യം. രണ്ടാമത്തെ കാര്യം, വിക്രമിനെ കൊടുക്കാനായിട്ട് ഇയാൾ ആരുടെയൊന്നോ കാശ് കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വേദ എസ് ഐയോട് പറയുകയാണേ. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് വേറൊരു പോലീസുകാരോട് പോയി കഴിഞ്ഞിട്ട് അയാളെ കൊണ്ടുപോകാടോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേറൊരു പോലീസുകാരൻ പോയിട്ട് അയാളെ കൊണ്ടുവരികയാണ്. അയാളെന്ന് പറഞ്ഞാൽ വിക്രത്തിനെ കൊണ്ടുവരാൻ കേട്ടോ. വിക്രം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് കമഴ്ത്തിക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. വിക്രത്തിന് വേദന എടുത്തിട്ട് വിക്രം അങ്ങനെ കരയുന്നുണ്ട്. സമയത്ത് വിക്രത്തിന് ഇങ്ങനെ കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ. വിക്രത്തിനാണെങ്കിൽ നടക്കാൻ പോലും പറ്റുന്നില്ല, ആകെ വീഴാൻ പോകുകയാണ്. വേദ ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് വേദ എസ് ഐയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, സീരീസ് എന്ന് പറയാണ് കേട്ടോ. കണ്ടില്ലേ, കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇയാളുടെ വൈരാഗ്യം മുഴുവൻ വിക്രമിൻ്റെ ദേഹത്ത് തീർത്തിട്ടുണ്ട്. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്തായാലും വിക്രം ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് കേസാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വിക്രത്തിനെ കുത്തിവെക്കാൻ ഉപയോഗിച്ച മരുന്ന് തെളിവായിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് എടുക്കണം. അതുപോലെ ഇയാളുടെ മുറിയും പരിശോധിക്കണം. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ അയാളുടെ മുറി പരിശോധിക്കണം. വിക്രത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ രേഖകളും കൂടിയിട്ട് തെളിവായിട്ട് എടുക്കണം എന്നൊക്കെ പറയുകയാണ് വേദ. അപ്പോൾ എസ് ഐ ആണെന്നുണ്ടെങ്കിൽ ശരി അതെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സാബു ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് തല കുമ്പിട്ടേക്കാണ്. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാനം എങ്ങനെ നിലനിന്ന് പോകും? ഇതല്ലേ അവസ്ഥ. സാധാരണ ആൾക്കാരോട് ഇതുപോലത്തെ പോലീസുകാരൊക്കെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇയാളെ വെറുതെ വിട്ടുവിട, ഇയാൾക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ വേദ. അപ്പോൾ എസ് ഐ ആണെന്നുണ്ടെങ്കിൽ സാബുവിനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോ, അവിടേക്ക് ഒരു പോലീസുകാരൻ കൂടെ നിങ്ങളുടെ കൂടെ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടൊന്ന് വായു വിക്രത്തിനെ കൊണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് വേദയും വിക്രവും കൂടിയിട്ട് പോകുന്ന പോക്കിൽ വിക്രം തിരിഞ്ഞ് സാബുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം സാബുവിനോട് എസ് ഐ പറയും, വാ അകത്തേക്കൊന്ന് വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലൊക്കെ പോയതിന് ശേഷം വീട്ടിലേക്ക് വിക്രത്തിനെ കൊണ്ടുവരാണ്. രാജേട്ടനും ജോസഫും ഉണ്ട്. അപ്പോഴേക്കും വിക്രത്തിനെ കൊണ്ടുവരുന്ന കാണുമ്പോഴത്തേനും വിഷ്ണു ഓടി ചെല്ലാണ് കേട്ടോ. എന്താടാ, എന്ത് സംഭവിച്ചത്, എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനെ പതുക്കനെ അവിടെ അരമത്തിലുമേൽ ഇരുത്താണ്. വിക്രത്തിനാണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അമ്മ ഓടി വരണം. അയ്യോ മോനെ, ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം വേദ പറയുന്നുണ്ട്, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് വിക്രത്തിനെ പോലീസുകാർ വന്ന് പരിശോധിച്ചു. ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തപ്പോൾ അയാളത് കത്തിച്ച് കളഞ്ഞു എന്ന് പറയാനുണ്ട്. അപ്പോൾ കമല ഞെട്ടാണ്. കത്തിച്ച് കളയേ എന്ന് ചോദിക്കുക. അത് കത്തിച്ച് കളഞ്ഞു, വിക്രത്തിനോടുള്ള പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ദൈവമേ, ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്. അതിനുശേഷം വിക്രത്തിനെ സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വിക്രം പോലീസുകാരും കൂടെ അടിയും വഴക്കായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. അപ്പോൾ വിഷയം പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പോരാ, ഇത് ചെറിയൊരു പെറ്റീഷൻ എഴുതി കഴിഞ്ഞിട്ട് കൊടുത്തു പോരായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, അതെ വേദ അപ്പം തന്നെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് എന്താ സംഭവിച്ചത്? പരാതി എഴുതി കൊടുത്തിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യം കാണിക്കുകയാണേ. വേദ വിക്രമിനെ ഹോസ്പിറ്റലാക്കിയതിന് ശേഷം വീണ്ടും സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സാബു പറയുന്നുണ്ട്, മേഡം വന്നോ, ഇരിക്കി എന്ന് പറയട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് ചാടിയനെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേദ പറയുന്നു, ആഹാ അങ്ങനെ ആക്കിയല്ലേ കാര്യങ്ങൾ എന്ന് പറയും. പിന്നെ എന്താ വിചാരിച്ചത്? അതെ എന്തായാലും വഴിയിൽ വെച്ച് എന്നെ തല്ലിയനുള്ള തെളിവുണ്ട്. അങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ചാടിയപ്പോൾ കുറച്ച് അപകടങ്ങളൊക്കെ സംഭവിച്ചു, അതാണ് ഉണ്ടായത് എന്ന് പറയട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി എസ് ഐയും ഇയാളും കൂടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണെന്ന്. അങ്ങനെ വേദ അവിടെ നിന്ന് പോരാണ്. അപ്പോൾ മിഷൻ പറയുന്നുണ്ട്, ഓഹോ അപ്പം എസ് ഐ കൂടെ നിന്നത് പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന് നോക്കിയിട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഈ പോലീസുകാരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും നിൽക്കുമോ? അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അത്രയും തലയിൽ ആൾതാമസമില്ലാത്തവർക്ക് തോന്നുള്ളൂ എന്നൊക്കെ വേദന കുറ്റം പറഞ്ഞിട്ട് നന്ദിനി പറയുന്നുണ്ട്. അങ്ങനെ കമലാമ്മ പറയാണ്, മുറി കൊണ്ട് കെടുത്താൻ പറയട്ടെ വിക്രമിനെ, ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാം. വേണ്ട അതൊന്നും വേണ്ട അമ്മയെന്നൊക്കെ പറയുന്നു. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. അതിനെ റൂമിൽ ചെന്നിട്ട് വിക്രം ഷർട്ട് മാറുമ്പോൾ വേദം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പോഴേക്കും വേദയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ വിക്രം. പിന്നീട് ജോസഫും അതുപോലെ രാജേട്ടനൊക്കെ പോവുകയാണ്. എന്നിട്ട് അമ്മ ആവി പിടിച്ചു കൊടുക്കുകയാണ്. ആവി പിടിച്ചു കൊടുക്കുമ്പോൾ വിക്രം പറഞ്ഞു, ഓഹ് അമ്മ ഒന്ന് പതുക്കനെ ചെയ്യ്, വേദന എടുത്തിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഓഹ് ദൈവമേ, ആ പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ
വിക്രം പറയും ആ പോലീസുകാരനോടുള്ള ദേഷ്യം എൻ്റെ പുറത്ത് തീർക്കല്ല അമ്മേ എന്ന് പറയും. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, നിന്നോട് എത്ര തവണയായി പറയും, നീ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നത് മോനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് അമ്മേ ഈ തവണ വിക്രമിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്ക് വേദാളമേ, ഒന്നാമത്തെ വേദന അതിൻ്റെ ഇടയിൽ കുറ്റപ്പെടുത്തലും കൂടെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും വേദ ഇങ്ങനെ അമ്മനോട് ചോദിക്കുകയാണ് ഞാൻ ചൂട് പിടിച്ച് കൊടുക്കട്ടെ എന്ന്. അപ്പം അമ്മ പതുക്കനെ അറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. വേദയാണെന്നുണ്ടെങ്കിൽ ചൂട് പിടിക്കും കേട്ടോ. പതുക്കനെയാണ് പിടിക്കുന്നത്. അന്നേരം വിക്രം പറയുന്നുണ്ട് ആദ്യം പിടിച്ചപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു, ഇപ്പം നല്ല സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ കുമ്പിട്ട് എടുക്കും കേട്ടോ. കാരണം വേദയാണ് ചൂട് പിടിക്കുന്നുള്ള കാര്യം വിക്രത്തിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കമലാമ്മ അകത്ത് ചെന്നിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. അന്നേരം വിശ്വം പറയുന്നുണ്ട് അമ്മേ കരഞ്ഞിട്ട് എന്താ കാര്യം, ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ എന്നൊക്കെ പറയും. എന്നാൽ അവൻ്റെ ഒരു വിധി ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയും. ശ്രീജ പറയാം അവൻ്റെ കഷ്ടകാലമാണ് അമ്മേ, ഈ സമയം കഷ്ടകാല സമയം മാറിയിട്ടില്ല എന്ന് തിരുമേനി പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ ശ്രീജനെ നന്ദിനി കുറ്റം പറയും. പിന്നെ കഷ്ടകാലം, ശ്രീജടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ, അതേ കഷ്ടകാലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രം പോരാ, കയ്യിരിപ്പ് നന്നാവണം, സ്വഭാവം നന്നാവണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയും എനിക്കിതൊന്നുമല്ല, അത് വേറെ പറയാനില്ലേ. അന്നേരം കമല പറയുന്നുണ്ട് നന്ദിനി പറഞ്ഞത് കാര്യം തന്നെയാണ്, അവന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, പക്ഷേ എങ്കിലും അവൻ്റെ സമയം ദോഷമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ പറയും. അതിന് ശേഷം പറയുന്നുണ്ട് അതെ ആ വേദന കെട്ടിക്കൊണ്ട് വന്ന അന്ന് തുടങ്ങിയിട്ടുള്ള കഷ്ടകാലമാണ്. അപ്പോൾ കമല പറയും നീ എന്തിനാണ് ഏത് നേരം വേദന കുറ്റം പറയുന്നത്, എന്തൊരു സാഹചര്യം കിട്ടിയാലും നീ വേദന കുറ്റം പറയുന്നത്, നിനക്ക് എന്താ വേദയോട് എന്ന് ചോദിക്കുന്നു. ശ്രീജയും പറയുന്നുണ്ട് വേദന കുറ്റം പറയാൻ തരം കിട്ടിയാലൊക്കെ നീ പറയുന്നുണ്ടല്ലോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ ശിവൻ പറയും വേണ്ട ഇനിയിപ്പോൾ ഇത് ഊതി വീർപ്പിച്ച് വലിയ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് രാധ വരാണ്ട് രാധയെ വിളിച്ചിട്ട് നന്ദിനി ചെല്ലാണ്. വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഒന്ന് ചോദിക്കുകയാണേ. പോലീസ് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് ജാമ്യത്തിനുള്ള വഴിയൊന്നും ചെയ്തില്ലേ, അപ്പോൾ ജാമ്യം ഒക്കെ വേദ അപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നു എന്ന് പറയട്ടെ. എന്നിട്ട് എന്താ മുറി കൊണ്ടുപോയിട്ടേ നമുക്ക് തായിലിട്ട് കുഴമ്പിട്ടൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ നന്ദിനി. അപ്പോൾ വേദല്ല രാധ അങ്ങോട്ട് പോകാൻ പോകുമ്പോൾ കമലമ്മ പറയും രാധേ നീ ഈ സമയത്ത് അവിടേക്ക് പോകുന്നത് ഉചിതമാണെന്ന് തോന്നുന്നുണ്ടോ, അവിടെ ഭാര്യയും ഭർത്താവുമാണ്, ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഭാര്യയാണ്, ആ സമയത്ത് നീ അവിടേക്ക് ചെല്ലുന്നത് ശരിയല്ല എന്ന് പറയട്ടെ. അമ്മേ മതി നിർത്ത്, ഞാൻ പറഞ്ഞത് രാധയ്ക്ക് മനസ്സിലായില്ലേ, അച്ഛമ്മ പറഞ്ഞതൊക്കെ രാധയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനി വന്നിട്ട് പറയും അമ്മ എന്താ കാണിച്ചത്, അവളൊരു പാവാണെന്ന് പറയട്ടെ. അപ്പോൾ നന്ദിനി അല്ല കമലാമ്മ പറയും അവളൊരു പാവാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിൻ്റെ ശുപാർശ ഒന്നും വേണ്ട, അവളെ ഞാൻ ചെറുതിലേ തുടങ്ങി കാണുന്നതെന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. രാധയാണെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം വിക്രത്തിന് ആവി പിടിച്ചു കൊടുക്കണ കാണുമ്പോൾ രാധയുടെ കണ്ണൊക്കെ നിറഞ്ഞ് രാധ അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ശ്രീജനോട് ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേദ. ഇടിവും ചതവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് വേദ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി, അത് മുത്തശ്ശി പറഞ്ഞതാ എന്ന് പറയും. ആ സമയത്ത് അവിടേക്ക് അച്ഛൻ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതെ പറമ്പിലും തൊടിയിലൊക്കെ വീണിട്ട് ഒടിവും ചതവും ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന സൂപ്പ് കൊടുത്താലൊന്നും ഇത് മാറൂല, ഇതേ പോലീസുകാരിടിച്ച് പിഴിഞ്ഞതാ, അതിന് ഇതൊന്നും പറ്റൂല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ ഇപ്പം തെറ്റ് അല്ല അച്ഛ പിന്നെ അതെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇപ്പം തെറ്റ് ചെയ്തില്ലായിരിക്കും, പക്ഷേ ചെയ്ത തെറ്റുകളുടെ കാര്യങ്ങളൊക്കെ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ ഇനിന്ന് പറയും കേട്ടോ. അങ്ങനെ ആയ സൂപ്പ് വാങ്ങിച്ചിട്ട് അച്ഛങ്ങനെ മണപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതെ എന്തായാലും നായകൻ മേടിച്ച് കുറച്ച് കലക്കി കൊടുക്ക്, അപ്പോഴോ ശരിയാവുള്ളൂ എന്ന് പറയും കേട്ടോ. വേദ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാ, അതൊരു മരുന്ന് തന്നെയാന്നൊക്കെ പറയും. അതിനുശേഷം ശ്രീജ സൂപ്പ് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വൻ ചോദിക്കുന്നത് ഇതെന്തത് സൂപ്പ്, അപ്പോഴേക്കും വിശ്വൻ കൊതിയോട് കൂടിയിട്ട് എഴുന്നേറ്റ് ഓടി വരികയാണ്. അത് ഇടിയും ചതവൊക്കെ മാറാനുള്ളൊരു തരം സൂപ്പാണെന്ന് പറയട്ടോ. എന്തായാലും സൂപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് വിശ്വൻ ഇങ്ങനെ നോക്കിക്കാണേ. എന്നിട്ട് പറഞ്ഞു വിക്രം അത് കുടിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയട്ടോ. വേദ പറഞ്ഞു തന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇഷ്ടത്തോട് കൂടിയിട്ട് വേദന ഒന്ന് നോക്കുകയാണ് കേട്ടോ വിക്രം. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.